ഹായ് ഇന്നത്തെ വീഡിയോ ഈദ് വിഷു സ്പെഷ്യലായിട്ട് കേരള തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഈദ് വിഷു സ്പെഷ്യലായിട്ട് കേരള തിയേറ്റർ റിലീസസ് ആണ്. അപ്പോൾ ഏതൊക്കെ സിനിമകളാണ് നോക്കാം. ഏകദേശം 11ഓളം സിനിമകൾ പിന്നെ ഈ മാർച്ച് മാസം അവസാനത്തോടു കൂടി വിഷു തുടക്കത്തോടു കൂടി തന്നെ റിലീസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തെ സിനിമ ഉള്ളത് ഏറ്റവും എന്താ പറയുക ഏറ്റവും വലിയൊരു സിനിമയാണ്. മലയാളത്തിലെ ഏറ്റവും വലിയൊരു സിനിമയായിട്ട് വരുന്ന സിനിമയാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. ഇപ്പോൾ ഒരുപാട് വിവാദങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് എല്ലാ ന്യൂസുകളും നിങ്ങൾ എല്ലാവരും കേൾക്കുന്നുണ്ടാവും. മാർച്ച് മാസം 27-ാം തീയതിയാണ് ഈ ഒരു സിനിമ പാൻ വേൾഡ് റിലീസ് ആയിട്ട് വരുന്നത്. വേൾഡ് വൈഡ് ആയിട്ട് റിലീസ് ചെയ്യാവുന്നത് പാൻ ഇന്ത്യ റിലീസാണ്. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് നമ്മുടെ ലാലേട്ടൻ പ്രധാന വേഷത്തിലെത്തുന്ന മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയാണ്. ആദ്യം ഷോർട്ട് ടൈം ഇപ്പം പുറത്തു വന്നിട്ടുള്ളത് 27-ാം തീയതി 6 മണി പുലർച്ചെ 6 മണിക്കാണ് ഫസ്റ്റ് ഷോ വരുന്നത്. എന്തായാലും സിനിമയിൽ പോകുന്നുണ്ട്. കണ്ടിട്ട് എത്രയും പെട്ടെന്ന് റിവ്യൂ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അടുത്ത ദിവസങ്ങളിൽ തന്നെ നാളെയോ മറ്റന്നാളോ തന്നെ ഈ സിനിമയുടെ ട്രെയിലർ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത സിനിമ എന്നുള്ളത് എമ്പുരാന്റെ കൂടെ തന്നെ ക്ലാഷ് റിലീസിന് വരുന്നൊരു തമിഴ് സിനിമയാണ്. വീരധീര സൂരൻ എന്ന് പറഞ്ഞ സിനിമയാണ്. വീരധീര സൂരൻ പാർട്ട് 2. SU അരുണാണ് രചനയും സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. വിക്രം, നമ്മുടെ ചിയാൻ വിക്രം, അതുപോലെ തന്നെ SJ സൂര്യ, സുരാജ് വെഞ്ഞാറോട് എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. ഒരു തമിഴ് ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. ഈ സിനിമയും മാർച്ച് മാസം 27-ാം തീയതിയാണ് തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് ഒരു തെലുങ്ക് മൂവിയാണ്. പരത എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അനുപമ പരമേശ്വരൻ, ദർശന രാജേന്ദ്രൻ, സംഗീത കൃഷ്ണ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഒരു തെലുങ്ക് സിനിമയാണ്. മലയാളം ഡബ്ബും റിലീസ് ചെയ്യുന്നുണ്ട്. തെലുങ്കിലും മലയാളം ഡബ്ബും ആയിട്ടാണ് റിലീസ് ചെയ്യുന്നത്. ഒരു ഡ്രാമ ത്രില്ലർ ഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. മാർച്ച് മാസം 28-ാം തീയതിയാണ് ഈ സിനിമ തിയേറ്റർ റിലീസ് ചെയ്യുന്നതെന്നുള്ളതാണ്. അടുത്ത സിനിമ AR മുരുകദോസ് രചനയും സംവിധാനം നിർവഹിച്ച് സൽമാൻ ഖാൻ, രശ്മിക മന്ദാന, കാജൽ അഗർവാൾ എന്നിവർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ് സിക്കന്ദർ എന്ന് പറയുന്ന സിനിമ. AR മുരുകദോസിന്റെ സംവിധാനത്തിൽ വരുന്ന സിനിമയാണ്. ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് ഇപ്പോഴും കൺഫേം ആയിട്ടില്ല. ഈദ് റിലീസ് എന്നാണ് ഈ സിനിമയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും 28-ാം തീയതി അല്ലെങ്കിൽ 29-ാം തീയതി, മാർച്ച് മാസം 28 അല്ലെങ്കിൽ 29, ഈ 2 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ദിവസങ്ങളിൽ തന്നെ റിലീസ് ഡേറ്റ് കാര്യങ്ങളൊക്കെ അവർ പുറത്തുവിടുന്നതായിരിക്കും. അടുത്തത് ഒരു മലയാള സിനിമയാണ്. ഷംസു സൈബ സംവിധാനം ചെയ്ത് സൈജു കുറുപ്പ്, തൻവീർ റാം എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന സിനിമയാണ്. അർജുന അശോകന് ചെറിയൊരു വേഷത്തിലുണ്ട് ഈ സിനിമയിൽ. അഭിലാഷം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ എമ്പുരാന് ക്ലാഷ് ആയിട്ടാണ് റിലീസ് എന്ന് പറയുന്നത്. മാർച്ച് മാസം 28-ാം തീയതി വരുന്നൊക്കെയാണ് പറയുന്നത്. തിയേറ്റർ കിട്ടുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും കാത്തിരിക്കാം. ഓക്കെ, അഭിലാഷ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അടുത്ത സിനിമ എന്നുള്ളത് ഖാലിദ് റഹ്മാൻ എഴുതി സംവിധാനം ചെയ്ത ഒരു സിനിമയാണ്. സ്പോർട്സ് ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമ. ആലപ്പുഴ ജിംഖാന എന്ന സിനിമയാണ്. നസ്ലൻ, ലുക്മാൻ, ഗണപതി എന്നിവർക്കാണ് ഈ സിനിമ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഈ സിനിമ ഏപ്രിൽ മാസം 3-ാം തീയതിയാണ് റിലീസ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഒരു നല്ലൊരു പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് ആലപ്പുഴ ജിംഖാന എന്ന് പറഞ്ഞ സിനിമ. അടുത്ത സിനിമയാണ് നമ്മളെല്ലാവരും എന്താ പറയുക എക്സൈറ്റിംഗ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരു സിനിമ. ഇതിന്റെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത്, ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയ സമയത്തൊക്കെ എനിക്ക് ഇതെങ്ങനെയാണ്, എന്താണ് ഇവർ ഉദ്ദേശിക്കുന്ന കാര്യം എന്താ വെച്ചാൽ ലവ്ലി 3D എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ഈച്ചയെ പ്രധാന വേഷത്തിലെത്തിക്കുന്ന ഒരു സിനിമയാണ് ഈ സംസാരിക്കുന്ന ഈച്ച. നമ്മള് തെലുങ്കിൽ കണ്ടാണ് SS രാജമൗലിയുടെ ഈച്ച എന്ന് പറഞ്ഞ സിനിമ. ഒരു ഈച്ചയെ വെച്ച് മാസ് ചെയ്യിക്കുന്ന ഒരു സിനിമ, ബ്രഹ്മാണ്ഡ സിനിമയായിരുന്നു. ഇതിലെന്താണെന്നുള്ളത് ഉദ്ദേശിക്കുന്നുള്ളത് ട്രെയിലർ കണ്ടാൽ മനസ്സിലായി. കോമഡിയാണ്. മലയാള ആനിമേഷൻ ലൈവ് ആക്ഷൻ 3D മൂവിയാണ്. മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു സംഭവം എന്നാണ് എനിക്ക് തോന്നുന്നത്. ദിലീഷ് കരുണാകരനാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. മാത്യു തോമസ് ആണ് പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. സംസാരിക്കുന്ന ഈച്ച. മലയാളത്തിലെ ഇതുപോലെ ഒരു സംഭവം, ഒരു പരീക്ഷയാണ്. കാത്തിരിക്കുന്ന സിനിമയാണ്. ട്രെയിലർ കാണുന്ന സമയത്ത് എന്തായാലും കാണണം എന്ന് വിചാരിക്കുന്ന ഒരു സിനിമയാണ്. ഏപ്രിൽ മാസം 4-ാം തീയതിയാണ് ഈ സിനിമയുടെ റിലീസ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അടുത്ത നമ്മുടെ മമ്മൂക്കയുടെ ഒരു എന്താ പറയുക ഒരു സ്റ്റൈലിഷ് ആക്ഷൻ മൂവിയാണ് ബസൂക്ക എന്ന് പറഞ്ഞ സിനിമ. ഡിനോ ഡെന്നീസിന്റെ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ്. ഗൗതം വാസുദേവനും മറ്റൊരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. ട്രെയിലറൊക്കെ സൂപ്പർ ആയിരുന്നു. എന്തായാലും സ്റ്റൈലിഷ് മൂവി പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു സിനിമ എന്നുള്ളത്. ഏപ്രിൽ മാസം 10-ാം തീയതിയാണ് ഈ സിനിമ തിയേറ്റർ റിലീസ് ചെയ്യുന്നത്. എന്തായാലും കാണണം. കണ്ടിന് റിവ്യൂ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതാണ്. അടുത്തത് അദിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്ത് മൈത്രി മൂവി മേക്കേഴ്സും സീരീസ് ഫിലിംസും ചേർന്ന് നിർമ്മിച്ച് അജിത്ത്, തൃഷ, പ്രഭു, പ്രസന്ന, അർജുൻ ദാസ് എന്നിവരെ പ്രധാന വേഷത്തിലെത്തുന്ന ഒരു ആക്ഷൻ ത്രില്ലർ മൂവി ഗുഡ് ബാഡ് അഗ്ലി. തമിഴ് സിനിമയാണ്. ട്രെയിലറൊക്കെ കിഡ്ലൻ ട്രെയിലർ ആയിരുന്നു. ഏപ്രിൽ മാസം 10-ാം തീയതിയാണ് ഈ സിനിമ വേൾഡ് വൈഡ് റിലീസ് ചെയ്യുന്നത്. എന്തായാലും എന്താ പറയുക ഗുഡ് ബാഡ് അഗ്ലി ബസൂക്കയ്ക്ക് ഒരു ഭീഷണിയാവും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ക്ലാഷ് റിലീസാണ്. അതുപോലെ തന്നെ ഒരു ക്ലാഷ് റിലീസ് ഉണ്ട് മലയാളത്തിൽ നിന്നും.
മരണമാസ് എന്ന് പറഞ്ഞ സിനിമ ശിവപ്രസാദ്, സിജു സണ്ണി എന്നിവർ ചേർന്ന് എഴുതി ശിവപ്രസാദ് സംവിധാനം ചെയ്ത് ബേസിൽ ജോസഫ് പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. കോമഡി മൂവിയാണ്. സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ടൊവിനോ തോമസ് ആണ്. ഈ സിനിമയും ബസൂക്ക, ഗുഡ് ബൈ ഡഗ്ലി ഈ 2 സിനിമയ്ക്കും ക്ലാഷ് ആയിട്ടാണ് വരുന്നത്. ഏപ്രിൽ മാസം 10-ാം തീയതി. എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് കാത്തിരുന്ന് കാണാം നമുക്ക്. അടുത്ത സിനിമ ഉള്ളത് അഹാന കൃഷ്ണ പ്രധാന വേഷത്തിലെത്തിയ നാൻസി റാണി എന്ന് പറഞ്ഞ സിനിമയാണ്. ഒരു ഫീൽ ഗുഡ് ഡ്രാമ വിവാദത്തിൽ പറഞ്ഞ സിനിമയാണ്. ഈ സിനിമ ഭയങ്കര വിവാദത്തിലേക്കാണ്. പിന്നെ ഇതിന്റെ സംവിധായകര് ഭാര്യയും അതുപോലെ തന്നെ ഈ അഹാന കൃഷ്ണയെ കുറിച്ചൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഭയങ്കര വിവാദമായി പോയിരുന്നു ഈ സിനിമയുടെ കാര്യം. എന്തായാലും ഇപ്പൊ റിലീസ് ഡേറ്റ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഏപ്രിൽ മാസം 11-ാം തീയതിയാണ്. അന്ന് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കാത്തിരുന്ന് കാണാം നമുക്ക്. എന്തായാലും ഇത്രയും സിനിമകളാണ് ഈദ് വിഷു സ്പെഷ്യലായിട്ട് കേരള തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളായിട്ടുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.